ഹായ് ഓൾ, ഫിസിക്സിലെ ഫ്രിക്ഷൻ എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ അടിപൊളിയായി പഠിച്ചു കാണും. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് ദിവസമായി പഠിച്ചിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മറന്നുപോയി കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 10 MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കോൺസെപ്റ്റുകൾ ഒരു പ്രാവശ്യം കൊണ്ട് റിവൈസ് ചെയ്യാനും നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്ന കാര്യം ഒന്ന് പരിശോധിക്കാനും സഹായിക്കും. 10 ക്വസ്റ്റ്യൻസിലും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. 8 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുന്ന അർത്ഥം. 8 മാർക്കിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ വീഡിയോസ് ഒരിക്കൽ കൂടി കാണണം എന്നാണ് അർത്ഥം. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫ്രിക്ഷൻ ഈസ് എ ഫ്രിക്ഷൻ എന്ത് ടൈപ്പ് ഫോഴ്സ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ കോണ്ടാക്ട് ഫോഴ്സ്, 2 നോൺ കോണ്ടാക്ട് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അല്ല. കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? നമുക്കറിയാം ഫ്രിക്ഷൻ ഡെഫിനിഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഫ്രിക്ഷൻ ദ ഫോഴ്സ് വിച്ച് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. അല്ലെ, കോണ്ടാക്ടിലെ 2 സർഫസുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. സോ ഡെഫിനറ്റ്ലി ഫ്രിക്ഷൻ എന്താണ്? ഫ്രിക്ഷൻ ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. 2 സർഫസുകൾ ടച്ച് ചെയ്താൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഫ്രിക്ഷൻ വരില്ല. യെസ്, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡ്യൂസസ് ലീസ്റ്റ് ഫ്രിക്ഷൻ? ഏറ്റവും കുറവ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ കാണുന്ന ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം 2 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. ഒരു ഒബ്ജക്ട് റെസ്റ്റിലാവുമ്പോൾ അതിനുള്ള ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ കാണുന്ന 2 പേര് എന്തൊക്കെയാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. കൈനറ്റിക് ഫ്രിക്ഷന്റെ 2 ടൈപ്പുകളാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? അത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങൾക്ക് ടയർ കൊടുക്കുന്നത്, ഉരുണ്ട് പോകുന്ന സംവിധാനത്തിന് ടയർ കൊടുക്കുന്നത്. സോ ഓർത്ത് വെക്കുക, ഫ്രിക്ഷന്റെ ക്ലാസിഫിക്കേഷൻ കൈനറ്റിക്, സ്റ്റാറ്റിക് ആണ്. വീണ്ടും നമുക്ക് വരുന്നു സ്ലൈഡിംഗ്, റോളിംഗ്. അതിൽ ഏറ്റവും കുറവുള്ള ഫ്രിക്ഷൻ ഈസ് ഏതാണ്? ദാറ്റ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതലുള്ള ഫ്രിക്ഷൻ ഏതാ? ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രിക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ്. യെസ്, ചില സമയത്ത് ഫ്രിക്ഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്, ചില സമയത്ത് ഫ്രിക്ഷൻ നമുക്ക് എന്താ പറയുക കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. സോ ആ സമയത്ത് നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡുകളാണ് പറയുന്നത്. ഓയിൽ ഉപയോഗിക്കും, ഗ്രീസ് ഉപയോഗിക്കും, പൗഡർ ഉപയോഗിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓൾ ഓഫ് ദീസ് അല്ലെ. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിഞ്ഞു. പോകാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Whenever the surface in contact tend to move with respect to each other, the force of friction come into play. ഇതാണ് ആക്ച്വലി ഫ്രിക്ഷൻ സംഭവിക്കുന്ന കാര്യം. എപ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക? ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴോ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ആണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. ഇഫ് ഓൺലി ഒബ്ജക്ട്സ് ആർ സോളിഡ്സ്. ഇവിടെ പറയുന്ന ക്വസ്റ്റിന്റെ പ്രത്യേകത ഫ്രിക്ഷൻ എവിടെയൊക്കെയാണ് വാലിഡ് ആയിട്ട്, ഫ്രിക്ഷൻ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? സോളിഡിലാണോ, ലിക്വിഡിലാണോ, ഗ്യാസിലാണോ ആണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഓൺലി ഇഫ് ഒബ്ജക്ട് is solid, only if one of two objects is liquid, only if one of two object is gas എന്നാണ്. ഇത് ഈസ് ആണ്, ഈസ് ഗ്യാസ് എന്നാണ്. ഇറസ്പെക്റ്റീവ് വെദർ ഒബ്ജക്ട് ആർ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. നമുക്കറിയാം സോളിഡിൽ മാത്രമല്ല ലിക്വിഡിലും ഗ്യാസിലും എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ട്? നമുക്ക് പറയുന്ന ഫ്രിക്ഷൻ ഉണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോട്ട് കം ഇൻ ടു റെസ്റ്റ് ഇഫ് യു സ്റ്റോപ്പ് റോയിങ് ഇറ്റ് ഡ്യൂ ടു. നമുക്കറിയാം നമ്മൾ തുഴഞ്ഞ് അങ്ങനെ പോവുകയാണ്, നമ്മൾ കുറച്ച് സമയം തുഴഞ്ഞിട്ടില്ലെങ്കിൽ ബോട്ട് നിൽക്കും അല്ലെ. ബോട്ട് നിൽക്കാൻ കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണോ? യെസ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് നിൽക്കാൻ കാരണം അല്ലെ. അവിടെ വാട്ടറും നമ്മുടെ ബോട്ടിന്റെ സർഫസ് തമ്മിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് കുറച്ച് കഴിഞ്ഞാൽ ബോട്ട് നിൽക്കാൻ. ഓക്കെ, യെസ്. അപ്പൊ ബോട്ട് പോകുന്നത് സ്റ്റിൽ വാട്ടറിലാണ് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വാട്ടർ കറണ്ട് കൊണ്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട, സ്റ്റിൽ വാട്ടറിലാണ് ബോട്ട് പോകുന്നത് അസ്യൂം ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത കേസ് നമുക്ക് നോക്കാം. ഫ്രിക്ഷൻ ഡ്യൂ ടു ഫ്ലൂയിഡ്സ് ഈസ് കോൾഡ്. ഇപ്പൊ നമ്മൾ പഠിച്ചു സോളിഡ്സിൽ മാത്രമല്ല ലിക്വിഡ്സിലും ഗ്യാസിലും എല്ലാത്തിലും ഉണ്ട്. ഫ്ലൂയിഡ്സ് പറഞ്ഞ ആരാ? ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. എങ്കിൽ ഫ്ലൂയിഡിലുള്ള ഫ്രിക്ഷനെ വിളിക്കുന്ന പേര്, യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഡ്രാഗ്. യെസ്, ഡ്രാഗ് എന്നാണ് ഫ്ലൂയിഡ്സിലെ ഫ്രിക്ഷനെ വിളിച്ചിരുന്ന ആ ഒരു കുട്ടിപ്പേര്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്മൂത്ത് സർഫസ്? നമുക്കറിയാം ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സർഫസ് റഫ് ആക്കിയാൽ മതി. സർഫസ് എത്രത്തോളം സ്മൂത്ത് ആണോ അവിടുത്തെ ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പൊ ഇത് ഏറ്റവും നോട്ട് സ്മൂത്ത് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ സ്മൂത്ത് അല്ലാത്ത സർഫസ് ഏതാണ്? റഫ് സർഫസ് ഏതാണെന്നാണ്. സർഫസ് ഓഫ് വെറ്റ് സോപ്പ്. അത് ഓഫ് കോഴ്സ് എന്താണ്? സ്മൂത്ത് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് വഴുകി ഫ്രിക്ഷൻ കുറഞ്ഞു പോകുന്നുണ്ട്. സർഫസ് ഓഫ് ടയേഴ്സ്, ടയറിന്റെ സർഫസ് നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രൂസ് ഒക്കെ കൊടുക്കാറുണ്ട്. സോ സർഫസ് ഓഫ് ടയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബിക്കോസ്
നോട്ട് എ സ്മൂത്ത് സർഫസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഗ്ലേസ്ഡ് ടൈൽസ് ആയി കഴിഞ്ഞാലും സർഫസോ മിററൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ വളരെ സ്മൂത്ത് സർഫസ് ആണ്, ഫ്രിക്ഷൻ കുറവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ ടോയ് കാർ റിലീസ് വിത്ത് എ സെയിം ഇനീഷ്യൽ സ്പീഡ് വിൽ ട്രാവൽ ഫാർദസ്റ്റ് ഓൺ. എന്താ പറഞ്ഞത്? ഒരു ടോയ് കാർ ഉണ്ട്, അത് റിലീസ് ചെയ്യുന്ന ഇനീഷ്യൽ സ്പീഡ് സെയിം ആണ്. 4 ഡിഫറെന്റ് സർഫസിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മഡി ഫ്ലോർ ആണ്, 2 പോളിഷ്ഡ് മാർബിൾ സർഫസ് ആണ്, 3 സിമെന്റഡ് സർഫസ് ആണ്, 4ാമത് ബ്രിക്ക് സർഫസ് ആണ്. ഇതിൽ ഏതിലാണ് ഏറ്റവും ദൂരെ പോകും? നമുക്കറിയാം, നമ്മൾ ഇനീഷ്യലി ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ റിലീസ് ചെയ്യാണ്. ആ റിലീസ് ചെയ്യുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ഏതിലാണോ ഉള്ളത് അവിടെ ഏറ്റവും കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കൂ. അപ്പൊ ഏറ്റവും ദൂരെ പോകുന്നത് ഏതിലാണോ ഫ്രിക്ഷൻ ഏറ്റവും കുറവ് അതിലായിരിക്കും. ഫ്രിക്ഷൻ ഏറ്റവും കുറവ് ഏതിലാണ്? മഡി സർഫസിലാണോ, മണ്ണിന്റെ സർഫസിലാണോ, പോളിഷ്ഡ് മാർബിൾ സർഫസിലാണോ, സിമെന്റഡ് സർഫസിലാണോ, ബ്രിക്ക് സർഫസിലാണോ? ഇതിൽ പോളിഷ്ഡ് മാർബിൾ സർഫസ് ആണ് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത്. സോ അവിടെയാണ് ഫ്രിക്ഷൻ ഏറ്റവും കുറവ്. അതുകൊണ്ട് ഏറ്റവും ദൂരെ പോകുന്നത് ഏതായിരിക്കും? പോളിഷ്ഡ് മാർബിൾ സർഫസിലായിരിക്കും. ഓക്കെ, ആൻഡ് വി ആർ മൂവിംഗ് ടു ദി 9th ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാക്ക് ഓൺ എ ഓയിലി ഫ്ലോർ ബിക്കോസ്. നമുക്കറിയാം അല്ലെ, ഫ്രിക്ഷൻ നമ്മളെ നടക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്ന സമയത്ത് നമ്മളെ ഫ്ലോറിൽ കുറച്ച് ഓയിൽ ഉണ്ടെങ്കിൽ നടക്കാൻ പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ്? ഫോർ ഗെറ്റ്സ് ഓയിൽ എന്നാണോ, ദർ ഈസ് മോർ റെസിസ്റ്റൻസ് എന്നാണോ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഹൈ എന്നാണോ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് വെരി ലെസ് എന്നാണോ? നമ്മളെ നടക്കാൻ സഹായിക്കുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ. അവിടെ ഫ്രിക്ഷൻ നമ്മുടെ ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒരു ഗുഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ഫ്രിക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നടക്കാൻ സാധിക്കാതെ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് വെരി ലെസ് ആവുകൊണ്ട് നടക്കാൻ സാധിക്കാതെ. ഫോഴ്സ് വിച്ച് ഹെൽപ്സ് us to walk എന്ന് പറഞ്ഞാൽ അതാരാണ്? ഫ്രിക്ഷൻ. ഓക്കെ, യെസ്, ടു ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ബോൾ ബെയറിംഗ് കേട്ടിട്ടുണ്ടോ? ബോൾ ബെയറിംഗ് എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മൾ നേരത്തെ പഠിച്ചു, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് പഠിച്ചു. ഓയിൽ യൂസ് ചെയ്യുന്ന പഠിച്ചു, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുന്ന പറഞ്ഞു, പൗഡർ യൂസ് ചെയ്യുന്ന പറഞ്ഞു, സ്മൂത്ത് സർഫസ് യൂസ് ചെയ്യുന്ന പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ബോൾ ബെയറിംഗ്. സോ അതെന്ത് ചെയ്യും? റെഡ്യൂസ് ഫ്രിക്ഷൻ. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എല്ലാം ഉൾക്കൊള്ളുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൃത്യമായി കമന്റ് ചെയ്യുക. 10 ക്വസ്റ്റ്യൻസ് ആണ്. 10ൽ 10 കിട്ടിയെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. 8ന് മുകളിലാണെങ്കിലും ഓക്കെയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോകും, നോ പ്രോബ്ലം. 8ന് താഴെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിന്റെ വീഡിയോസ് ഒരിക്കലും കൂടി കാണണം. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അതുവരെ ബൈ.